പ്രിൻസസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ സ്കൂളിൽ പോയി പഠിച്ചതുപോലെയൊന്നുമല്ല പ്രിൻസസ് വീട്ടിലിരുന്നായിരുന്നു പഠിച്ചതൊക്കെ. അപ്പം എന്നിട്ട് പോലും ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ദ കൈൻഡ് ഓഫ് നോളജ് യു ഹാവ്, എന്തിനെക്കുറിച്ചും പ്രിൻസസിനുള്ള ആ ഒരു ഗ്രാഹ്യം, മാത്രമല്ല പ്രിൻസസിന്റെ ഭാഷ, ആ ഒരു ക്വാളിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ പ്രിൻസസിന്റെ ആ ബാല്യകാല ഓർമ്മകളെന്ന് പറഞ്ഞു. ഭാഷ എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ശരിക്കും ബൈലിംഗ്വലാണ്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പോകുന്നത് നമ്മൾ അറിയുന്നത് തന്നെ ഇല്ല. രണ്ട് ഭാഷയും കൂടെ കൂട്ടിച്ചേർത്ത് ഒന്നിച്ച് സംസാരിക്കുന്ന ഒരു അവിയൽ ഭാഷയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അതങ്ങനെ കുറച്ച് എളുപ്പം വരുന്നത്. പിന്നെ അന്നെല്ലാം ടീച്ചർമാർ വന്ന് അല്ലെങ്കിൽ സാറന്മാർ വന്ന് വീട്ടിലിരുന്ന് പഠിക്കുക. അപ്പോൾ ആദ്യം പഠിച്ചത് മലയാളമാണ്. മലയാള അക്ഷരങ്ങൾ ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്ന് ഞങ്ങൾ പഠിച്ചത്, ഇപ്പോൾ ഒരു അക്ഷരം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എഴുതണം, ഇപ്പം എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ വളച്ചു കൊണ്ടുവന്ന് എഴുതണം. ഇന്നത്തെ കുട്ടികൾ ഒരു അക്ഷരം എഴുതുന്നത് പടം വരയ്ക്കുന്ന പോലെയാണ്. ഞാൻ ഈയിടെ ഒരു 10 വയസ്സായ കുട്ടിയെ എഴുതുന്നത് കണ്ടു. ല എന്നുള്ള അക്ഷരം ഇതാ ഇങ്ങനെ ഒരു ചതുരം വരച്ച് ഇവിടെ കൊണ്ടുവന്നൊരു കുഴി. അപ്പം ല എഴുതേണ്ടത് ഇങ്ങനെയാണെന്നുള്ളത് ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഫൗണ്ടേഷൻ പിന്നെ 3 ഭാഷയാണ് 1ാം ക്ലാസ് തൊട്ട് പഠിപ്പിക്കുന്നത്. നമുക്ക് ഒരു ലിപി എഴുതാൻ തന്നെ പ്രയാസം. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഈ 3 ഭാഷകളും ഈ കൊച്ചു പ്രായങ്ങളിൽ തൂക്കാൻ വയ്യാത്ത ബാഗ്. കുട്ടികൾ പണ്ടൊക്കെ വയസ്സായിട്ടുള്ളവരാണ് ഈ കൂഞ്ഞ് നടക്കുന്നത്, ഇന്ന് കുട്ടികളാണ് കൂഞ്ഞ് നടക്കുന്നത്. അവർക്ക് ബാഗ് തൂക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്തെല്ലാമാണ് പഠിക്കേണ്ടത്. നിങ്ങൾക്കൊരു ദിവസം ഈ ഓണമൊന്നും അല്ലാതെ ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ പാഠപുസ്തകം വെച്ച് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാമായിരുന്നു. ചോദ്യങ്ങൾ എന്തെല്ലാം, നിങ്ങളെ കൊണ്ട് അത് ഉത്തരം പറയാൻ ഒക്കുമോ? ഇന്ന് പ്രൊഫസേഴ്സായിട്ടുള്ളവരെ കൊണ്ട് ഉത്തരം പറയാൻ പറ്റുമോ? ഒരു ചോദ്യം, ഒരു താമരയ്ക്ക് എത്ര ഏതളുണ്ട്? അയ്യോ, ഈ പ്രോഗ്രാം കാണുന്ന ആരെങ്കിലും കൊണ്ട് അതിനൊരു ഉത്തരം പറയാൻ നോക്കും. ഒരു താമരയ്ക്ക് എത്ര ഏതളുണ്ടെന്ന് ചോദിച്ചാൽ ഇതിനെങ്ങനെയാണ് ഉത്തരം പറയുക? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ഹോംവർക്ക് പുസ്തകങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ തന്നെ വിറച്ചു പോകും. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സ്പെല്ലിംഗ് തിരുവനന്തപുരത്ത് പഠിക്കുന്ന ഒരു കുട്ടി ഇംഗ്ലീഷിൽ എഴുതണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോന്ന് ചോദിക്കാൻ ഇനി ഇത് കൂടുതൽ? രക്ഷകർത്താക്കൾക്കാണ് കൂടുതൽ നിർബന്ധം. ഇത്രയും പോരെന്നാണ്, ഇത്രയും പഠിപ്പിക്കുന്നുള്ളൂ, മറ്റേ സ്കൂളിൽ ഇത്രയും പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളോട് ഓണക്കാലത്ത്, ഇപ്പോൾ ഓണവുമായിട്ട് ഞാനിത് ഘടിപ്പിക്കാം. ഓണക്കാലത്ത് കുട്ടികൾ ഉത്സാഹമായിട്ട് സന്തോഷമായിട്ട് ഓടിക്കളിച്ച് നടക്കേണ്ട സമയത്ത് ഓണം കഴിഞ്ഞ് വരുന്ന പരീക്ഷയെപ്പറ്റി അവർ വിഷമിച്ച് ട്യൂഷന് പോവുകയും പഠിക്കുകയും ചെയ്യുന്ന നമ്മുടെ കുട്ടികളുടെ കുട്ടിക്കാലം നശിപ്പിച്ചു. അപ്പോൾ ഇൻ കോൺട്രാസ്റ്റ് ടു ദിസ് പ്രിൻസസിൻ്റെ എഡ്യൂക്കേഷൻ, അതിനെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് പറഞ്ഞു തരാമോ? കാരണം ഞങ്ങൾക്കൊക്കെ വളരെ രസമായിരുന്നു പഠിക്കുന്നത്. ഇംഗ്ലീഷ് ടീച്ചർ ഒരു വളരെ മിടുക്കിയായിരുന്നു ആ ടീച്ചർ. അപ്പോൾ ടീച്ചർ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ടീച്ചർ വരുന്നത് നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ, പിന്നെ ഒരാളെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംശയങ്ങൾ 1 to 1 ആയിട്ട് തീർക്കാം. ഇന്നിപ്പോൾ 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടിയുടെയും സംശയവും ടീച്ചർ തീർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ക്ലാസ് മുമ്പോട്ട് പോവില്ല. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷിനൊരു ടീച്ചർ, മലയാളത്തിനൊരു ടീച്ചർ, പിന്നെ ഹിന്ദി, സയൻസ്, ഇങ്ങനെയായിരുന്നു. പക്ഷെ അന്നൊക്കെ ഹിന്ദിയൊക്കെ 5ാം ക്ലാസ്സിലേ ഉള്ളൂ. ആദ്യം 1ാം ക്ലാസ്സിൽ മലയാളം മാത്രം, 3ാം ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് തുടങ്ങിയത്, 5ാം ക്ലാസ്സിൽ ഹിന്ദി. അപ്പം നമുക്ക് ഫൗണ്ടേഷൻ വന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അക്ഷരങ്ങൾ എഴുതാനായിട്ട്. പിന്നെ അന്ന് ഈ TV ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ധാരാളം പുസ്തകം വായിക്കും. എനിക്കിന്നും അതൊരു പുസ്തകം ഇല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. ഇന്നിപ്പോൾ വായന ഇല്ലല്ലോ ആർക്കും. എല്ലാം എളുപ്പം ക്യാപ്സ്യൂൾ രീതിയിൽ ടിവിയിലും ഇന്റർനെറ്റിലും നെറ്റ് സർഫ് ചെയ്താൽ മതി, നമുക്ക് ഏത് ഇൻഫർമേഷൻ വേണമെങ്കിലും കിട്ടും. പക്ഷേ ഈ നെറ്റിൽ കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ ധരിക്കേണ്ടത് അത് ഫീഡ് ചെയ്ത പോലെ കിട്ടും. തെറ്റായിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പം നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇന്നും ഒരു ലൈബ്രറിയുടെ ഗുണം വേറെ ഒന്നിനും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ പഴയ ആളാണ്. അപ്പോൾ ഒരുപക്ഷെ പ്രിൻസസ് ഇത്രയും ആസ്വദിച്ച് പഠിച്ചത് കൊണ്ടായിരിക്കാം പ്രിൻസസിന് ഒത്തിരിയധികം ഭാഷകളിൽ പ്രാവീണ്യം, ഒത്തിരിയധികം കലാരൂപങ്ങളിൽ പ്രാവീണ്യം. അപ്പോൾ അത് പ്രിൻസസിന് പരിചയമുള്ള ഭാഷയും കലാരൂപങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? എനിക്ക് ഭാഷ വളരെ കുറച്ചേ അറിയാവൂ. എനിക്ക് ഇംഗ്ലീഷും മലയാളവും രണ്ടും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. പിന്നെ ആവശ്യം പോലെ ബോംബെയിലൊക്കെ പോവുകയാണെങ്കിൽ അവരൊരുമാതിരി മുറിഞ്ഞ ഹിന്ദി പറ്റും. അത്യാവശ്യം കുറച്ച് ഫ്രഞ്ചും ജർമ്മനും. ഓക്കെ.
പക്ഷെ ഗ്രാമർ ഇല്ലാതെ നമുക്ക് ആശയം പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ കലാരൂപങ്ങൾ എങ്ങനെയായിരുന്നു പ്രിൻസസിന്റെ പഠനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടീച്ചർ വന്ന് എന്നെ ആദ്യം ചുവട് വെപ്പിച്ച ടീച്ചർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇരേമൻ തമ്പിയുടെ കുടുംബത്തിൽപ്പെട്ട ഇന്ദിരാബായി തങ്കച്ചി. അവർ വളരെ പ്രായമായെങ്കിലും രാമസ്വാമി തെരുവിൽ ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ എൻ്റെ അമ്മൂമ്മയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു. ഒരു നിലക്കണ്ണാടിയുടെ മുമ്പേ വെച്ചാണ് കളിക്കുന്നത്. വലിയ സങ്കടമാണ് നമുക്ക് നിലക്കണ്ണാടിയിൽ നോക്കി കളിക്കുന്നത്. പക്ഷെ അപ്പം നമ്മുടെ തന്നെ ഓരോ വൈകല്യങ്ങൾ കാണാൻ സാധിക്കും. മുദ്ര പിടിക്കുന്നത് ശരിയായിട്ട് പിടിക്കുന്നുണ്ടോ, കൈയെടുക്കുന്നത് ശരിയായിട്ട് എടുക്കുന്നുണ്ടോ, കൂഞ്ഞി നിൽക്കുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ നിലക്കണ്ണാടി മുമ്പിൽ നിന്നാണ് ചുവടുകൾ ചവിട്ടുന്നതും മുദ്രകൾ പിടിക്കുന്നതും.